ഒരുപാട് നാളായി സൊമാറ്റോ ഓടിയിട്ട്. 2 വർഷം 3 വർഷത്തോളമായി സൊമാറ്റോ ഓടിയിട്ട്. അപ്പൊ അത്ര നാളത്തെ ഗ്യാപ്പ് എടുത്തിട്ട് ഇന്ന് ഓടാൻ പോണേണ്. നോക്കാം ഇന്ന് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഞാനപ്പോ പാരഗണിൽ നിൽക്കുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പാരഗൺ. ഇവിടെ വണ്ടി ഇരിക്കുന്നുണ്ട്. ഫോൺ വേറെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, കാരണം ഈ ഫോണിൽ ഓടാൻ പറ്റില്ല. അപ്പം ഇത് ഓടാൻ വേണ്ടി മാത്രം പഴയ ഫോൺ എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഓർഡറൊന്നും അടിച്ചിട്ടില്ല, ഓർഡറൊന്നും ആയിട്ടില്ല. ഒരുപാട് നേരമായി നിൽക്കണു, ഓർഡറൊന്നും അടിക്കണില്ല. 1 മണിക്കൂറോളമായി നിൽക്കണു. ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ടാന്ന് തോന്നണേ. ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. പാരഗണിൽ തന്നെ അടിച്ചാണ്. ഓർഡർ റെഡി ആയിട്ടുണ്ട്. 1 മണിക്കൂറിന് ശേഷം ഓർഡർ അടിച്ചിട്ട് കിട്ടിട്ടാ. ഇനി ഇതും കൊണ്ട് പോണം. ഇത് എവിടേക്കാ നോക്കട്ടെടാ. തുറവൂർക്കാണ് ഓർഡർ വന്നേക്കണേ. അപ്പൊ കൊണ്ട് കൊടുത്തിട്ട് വരാം. സൽക്കാർ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ നിന്ന് ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇത് 3ാമത്തെ ഓർഡറാ. ബിരിയാണി എന്താണ്. അപ്പോ ഇതേപോലെ ഒരു 10-12 ഓർഡർ അടിച്ചു കഴിഞ്ഞാൽ സെറ്റാണ്. ഇന്നത്തെ ദിവസം സെറ്റായി. പക്ഷെ അത്ര ഓർഡർ അടിക്കില്ല ചിലപ്പോ. ഒടുക്കത്തെ വെയില്, രക്ഷയില്ലാത്ത വെയില്. 3 മണിക്കൂർ കൂടി പിയും കരിഞ്ഞു. പൊന്നോ. അങ്ങനെ വീണ്ടും പാരഗണിൽ എത്തിയിട്ടുണ്ട്. 4ാമത്തെ ഓർഡറാണ് പാരഗണിൽ നിന്ന് അടിക്കണേ. ഇവിടെ ഫുൾ ടൈം തിരക്കാ, ഡെയിലി തിരക്കാ. ഇവിടെ ഓടി ഓടി വയ്യാണ്ടായി, പെട്ടെന്ന് വയ്യാണ്ടായി. ഇത്രയും തിരക്കുണ്ട് ഇവിടെ, ഫുൾ ടൈം തിരക്കാണ്. ഇവരൊക്കെ സീറ്റ് റിസർവ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നതാട്ടോ. നമ്മളങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യണം. ലാസ്റ്റ് ഓർഡറും കിട്ടി അതും കൊണ്ട് പോവാണ്. നല്ല വെയിലുണ്ട്. അന്നമനടിക്ക് അങ്ങാണ്ട് ഓർഡർ അടിച്ചേക്കണേ. അങ്ങനെ ഓടി ഓടി ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. നൈസ് പാടമാണ്. വണ്ടി ഓടി ഇരിക്കുന്നുണ്ട്. 200-250 കിലോമീറ്ററൊക്കെ നമ്മൾ ഓടും, അറിയില്ല നമ്മൾ. ഇനിയിപ്പോൾ അത്താണിക്ക് പോവാം. ടൊമാറ്റോ ഓടണവർക്കൊക്കെ അറിയായിരിക്കും. സൽക്കാര ഹോട്ടലിൻ്റെ ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കണ സ്ഥലമാണ്, ഓർഡർ വെയിറ്റ് ചെയ്തിരിക്കണ സ്ഥലമാണ്. ഇവിടെ മീറ്റിങ്ങളെ 2 കണ്ടു. ഹാപ്പിയാണ്. ഓർഡർ കിട്ടിയിട്ടുണ്ട്. എയർപോർട്ടിൻ്റെ ആ ഏരിയയിലേക്കാണ് ഓർഡർ അടിച്ചാണ്. ഇവിടേക്ക് ഓർഡർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇങ്ങനെ ഇട്ട് കറക്കിക്കൊണ്ടിരിക്കും. ഫുൾ ഓർഡർ ഇവിടെ നിന്നായിരിക്കും. വെയിലൊക്കെ മാറിയോണ്ട് ഓടാൻ നല്ല സുഖമുണ്ട്. പക്ഷെ നല്ല വിശപ്പുണ്ട്. ചോറൊക്കെ ഉണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സമയമില്ല. നല്ല ഓർഡർ അടിയാ. ചെറിയ കടി എന്തെങ്കിലും വാങ്ങി കഴിക്കും. ബഡ്ജറ്റ് നോക്കണം നമ്മൾ. ഇപ്പം 6:30 ആയിട്ടുണ്ട്. ഇനി ഒരു 4 ഓർഡർ കൂടി അടിച്ചു കഴിഞ്ഞാൽ സെറ്റാണ്. ഇപ്പോൾ 9 ഓർഡറായി മൊത്തം 13 ഓർഡർ വേണം. ഒരു 4 ഓർഡർ കൂടി അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ. ലാസ്റ്റ് രാത്രി വയ്യാണ്ടായി. ഇപ്പം കാദംബരി റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടുന്ന് ഒരു ഓർഡർ റിജക്റ്റായി. എത്തിയപ്പോഴേക്കും ഓർഡർ റിജക്റ്റായി. അങ്ങനെ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇൻസെൻറ്റീവ് പോവും, പിന്നെ ഓടിയതൊക്കെ വെറുതെ പോവും. ഇവിടുന്ന് ഇനി വിടാം. ഓടാൻ്റെ ഇടയിൽ എക്സ്പെൻസും കൂടി നമ്മൾ നോക്കണം. ഫുഡിൻ്റെയിലും പെട്രോളിൻ്റെയിലും. ഇതിപ്പോൾ ഞാൻ 200-300 രൂപയ്ക്ക് മൊത്തം അടിച്ചിട്ടുണ്ട്. രാത്രിയേക്ക് നല്ല ഓർഡർ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ 13 ഓർഡർ അടിക്കും. അങ്ങനെ കിരിയന്താൻസിൽ എത്തിയിട്ടുണ്ട്. വമ്പ് സെറ്റപ്പാട്ട് ഇവിടെ. ഇവിടുത്തെ ബിരിയാണിയൊക്കെ അടിപൊളിയാന്ന് ആൾക്കാർ പറയാറുണ്ട്. 1346 സൊമാറ്റോ. അങ്ങനെ ഈ ഓർഡർ അടിച്ചത് ശ്രീമൂലനഗരത്തേക്കാണ്. 13 കിലോമീറ്റർ ഉണ്ട് അങ്കമാലിയിൽ നിന്ന്. ഓരോ ഓർഡർ കൂടി ബാഗിലിരിപ്പുണ്ട്. അതുകൂടി കൊണ്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇവർ കളിക്കാനായിട്ടിപ്പോൾ ഇങ്ങനെ നോക്കി നിന്നുള്ളൂ. നൈസ് വൈബല്ലേ. അപ്പോൾ ഇന്നത്തെ ഓർഡറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോവാം. അപ്പോൾ പാതിരക്കോഴിയിൽ നിന്നൊരു അൽഫാം എന്തായാലും കഴിച്ചിട്ട് പോവാം. ഇന്നലെ രാത്രി ഓടിൻ്റെ ഏണിങ്സ് അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെയാണ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഏണിങ്സ് എത്രയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഇന്നലത്തെ ഏണിങ്സാണ് 1211 രൂപ കാണിക്കണേ. അതിനകത്ത് ഒരു 416 ഇൻസെൻറ്റീവ് അൺലോക്ക് ആയിട്ടുണ്ട്. അത് 12 ജിഗിന്ന് 13 ഓർഡർ അടിച്ചാൽ മാത്രം കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ അത് കിട്ടില്ല നമുക്ക്. അപ്പോൾ ലോങ് ഡിസ്റ്റൻസിന് ഒരു 39 രൂപ, പിന്നെ 795 ഓർഡർ ഏണിങ് മാത്രമുണ്ട്. പിന്നെ ഇൻസെൻറ്റീവ് 416 നേരത്തെ കാണിച്ച ഇൻസെൻറ്റീവ്. പിന്നെ കസ്റ്റമർ ടിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിനകത്ത് ആഡ് ആയി വരും. അതിപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല, നിലവിൽ ഇന്നലെ ടിപ്പൊന്നും കിട്ടിയില്ല. അപ്പോൾ കണ്ടില്ലേ, ഇന്നലെ ഓർഡറിൻ്റെ പേയ്മെൻറ്റ് മാത്രം 785 രൂപയുണ്ട്. പിന്നെ നമുക്ക് ലോങ് ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 10-15 കിലോമീറ്റർ കൂടി കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ അതിനൊരു പേയ്മെൻറ്റ്, ചെറിയ പേയ്മെൻറ്റ് സൊമാറ്റോ തരും. അതാണ് ലോങ് ഡിസ്റ്റൻസ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ അതിനൊരു 39 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇൻസെൻറ്റീവായിട്ടുള്ള 416 കയറിയിട്ടുണ്ട്. അത് ആ 13 ഓർഡർ ഇത്ര സമയത്തിനുള്ളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 ജിഗിനുള്ളിൽ ഇത്ര ഓർഡർ അടിച്ചു കഴിഞ്ഞാൽ മാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മണിക്കൂർ ആ ഒരു സമയത്തിൽ അല്ലെങ്കിൽ 9 മണിക്കൂർ സമയത്തിനുള്ളിൽ ഇത്ര ഓർഡർ അടിച്ചാൽ മാത്രമേ
നമുക്ക് ഇൻസെൻറ്റീവ് 416 എന്നുള്ള ഇൻസെൻറ്റീവ് നമുക്ക് അൺലോക്ക് ആവുള്ളൂ. അപ്പോൾ അത് അൺലോക്ക് ആയില്ലെങ്കിൽ നമുക്ക് ഓടിയതിൽ നമുക്ക് കാര്യമായിട്ടുള്ള ലാഭം കണ്ടെത്താൻ പറ്റില്ല. പെട്രോളിൻ്റെ എക്സ്പെൻസ് അല്ലെങ്കിൽ എന്താ പറയുക ഫുഡ് എക്സ്പെൻസ്, അങ്ങനെ ചായ കുടിക്കുക, അങ്ങനെയുള്ള എക്സ്പെൻസ് ഒക്കെ നമ്മൾ മീറ്റ് ചെയ്ത് പോകുന്നത് ഈ ഇതിലാണ്, ഇൻസെൻറ്റീവ് അടിക്കണേലാണ്. നമ്മൾ ടോട്ടൽ പേയ്മെൻറ്റ് അങ്ങനെ 1211 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 1211 രൂപയിൽ നിന്ന് ഒരു 300 രൂപയ്ക്ക് ഞാൻ ഒരു 250 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 300 രൂപയോളം ഫുഡ് എക്സ്പെൻസ് പോയിട്ടുണ്ടായിരുന്നു. എക്സ്പെൻസൊക്കെ അതിലും കുറയ്ക്കാം ഫുഡ് കഴിക്കണേൽ. ഞാൻ പിന്നെ അൽഫാമും അതും ഇതൊക്കെ മേടിച്ച് കഴിക്കണോണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കും അല്ലെങ്കിൽ കാണുന്ന കടിയൊക്കെ മേടിച്ച് കഴിക്കണോണ്ട് അത്രയും എക്സ്പെൻസ് കൂടുന്നതാണ്. നമുക്ക് എക്സ്പെൻസ് പരമാവധി കുറച്ചും ചെയ്യാം. ഒരു 100, 120, 30, 130 എന്നുള്ള രീതിയിൽ എക്സ്പെൻസ് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 800, 850 രൂപയിൽ നമുക്ക് കിട്ടും. കുഴപ്പമില്ല, ഒരു 800 രൂപയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് അടിക്കാം. അപ്പോൾ സൊമാറ്റോൻ്റെ ഇന്നലത്തെ വ്ലോഗ് അങ്ങനെയാണ്. ഇനി അടുത്ത പരിപാടി എന്തെങ്കിലും പിടിച്ചിട്ട് വരാം. ഓക്കെ.